അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നാം ഏവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. മനുഷ്യൻ എന്ന നിലക്ക് ധാരാളം ആളുകളുമായി കൊണ്ട് ജീവിതത്തിന്റെ പല മേഖലകളിലും നമുക്ക് ഇടപഴകേണ്ടി വരാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നാം പോലും അറിയാതെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ധാരാളം ബന്ധങ്ങൾ കടന്നു വരാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജീവിതം ഒരു പക്ഷേ വഴിയിൽ നിന്നുപോയി നാം ഒന്ന് തളർന്നു കഴിഞ്ഞാൽ നമുക്ക് സാന്ത്വനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും വാക്കുകളുമായി കൊണ്ട് കടന്നു വരുന്നത് ഇത്തരത്തിൽ നാം ജീവിതത്തിൻ്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കോണുകളിൽ കണ്ടുമുട്ടിയ ചില ആളുകളാകാം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു വെച്ച ചില വാക്കുകളുടെ മാഹാത്മ്യം നാം മനസ്സിലാക്കേണ്ടുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുകയാണ്, അഹ്ബിബ ഹബീബക ഹൗനമ്മ, നീ നിന്റെ സ്നേഹിതനെ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ അതിൽ നീ ഒരു മിതത്വം പാലിക്കേണ്ടുന്നതുണ്ട്. കാരണം എന്താണ്? അസ അൻ യകൂന ബഗീദക യൗമമ്മ, ഒരു പക്ഷെ നാളെ അവൻ നിന്റെ ശത്രുവായി തീർന്നേക്കാം. തീർന്നില്ല, വ അബ്ഗിദു ബഗീദക ഹൗനമ്മ, നീ നിന്റെ ശത്രുവിനെ വെറുക്കുന്ന സാഹചര്യത്തിൽ അതിലും നീ ഒരു മിതത്വം പാലിക്കണം. കാരണം എന്താണ്? അസ അൻ യകൂന ഹബീബക യൗമമ്മ, ഒരു പക്ഷേ നാളെ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഒറ്റ ചങ്ങാതിയായി കടന്നു വരാനുള്ളത് ഇന്ന് നീ വളരെയധികം വെറുക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. ഇനി പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും, അൽ മഖ്സൂദു മിനൽ ഹദീസി അന്നഹിയു അനിൽ മുബാലഗതി വൽ ഇഫ്റാത്തി ശദീദി ഫിൽ ഹുബ്ബി, സ്നേഹത്തിലും ഇഷ്ടത്തിലുമൊക്കെ അതിര് കവിയുക എന്നുള്ള ഒരു കാര്യത്തിന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ തടയിടുകയാണ്. കാരണം എന്താണ്? അത് നമ്മെ എത്തിക്കുന്നത് വളരെ വലിയ വ്യസനത്തിൻ്റെ ആഴക്കടലിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു സാഹചര്യത്തിലാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങളിൽ നാം ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഭാഗമുണ്ട്. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, അല്ലാഹുവേ, ഇന്നയാളെ ഞാൻ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ എന്ന് വിലപിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നാം പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും യഥാർത്ഥ സ്വാലിഹീങ്ങളായ നല്ല കൂട്ടുകാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.